ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്. ഇപ്പൊ ഞാൻ വണ്ടി സ്പീഡ് കുറച്ചാ പോകുന്നത്. ഇങ്ങനെ ചവിട്ടുവാണെങ്കിൽ അങ്ങനെ ചവിട്ടുവാണെങ്കിൽ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് 0 to 100 വരാനായിട്ട് 4.6 സെക്കൻഡ്സ് മതി. കുട്ടികൾക്കൊക്കെ കളിക്കണമെങ്കിൽ ഇവിടെ ഒരു ഗെയിം ഉണ്ട്. ഗെയിം ഇട്ട് കഴിഞ്ഞാല് ഈ സ്റ്റിയറിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗെയിം പ്ലേ ചെയ്യാം. പിന്നെ അതെ, വീഡിയോ എടുത്തൊക്കെ പോകുന്ന ആൾക്കാർ ടെസ്ല ഗൈസ് ഓട്ടോ പൈലറ്റ് മൂഡ് എന്ന് പറഞ്ഞിട്ട് ടെസ്ലയിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് 2 തവണ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോ പൈലറ്റിലേക്ക് പോകും. ഇപ്പൊ ഞാൻ സ്റ്റിയറിംഗ് മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. എനിക്ക് മുന്നിൽ ഒരു വണ്ടി പോവാന്ന് വെച്ചാൽ അപ്പൊ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേന് എന്താ നമ്മള് വണ്ടി ചവിട്ടി നിർത്തി. ഞാൻ ചവിട്ടിയതല്ല, വണ്ടി തന്നെ ആയതാണ്. നമ്മളുടെ ഈ കാറ് 0 to 80% ചാർജ് ആകാൻ വെറും 20 മിനിറ്റ് മതി. സീരിയസ്ലി ഇവിടെ ഫോൺ തന്നെ ചാർജ് ആവില്ല അത്ര ഫാസ്റ്റില്. അതിൽ നമുക്ക് പോകാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് 550 കിലോമീറ്റർ ആണ് വണ്ടിയുടെ കമ്പനി പറയുന്നത്. നമ്മൾ പാർക്കിംഗ് ഇട്ടിരിക്കുമ്പോൾ റൊമാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോ തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് കപ്പിൾസ് ഒക്കെ ചെന്ന് ഈ കോസി മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സീറ്റൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ ഫയർ കാണിക്കുന്നുണ്ട്. ഇതിന്റെ സൗണ്ട് വരെ നമുക്ക് കേൾക്കാം. ചില ആളുകൾ ഇതിനകത്ത് ഉറക്കം തൂങ്ങി ഇങ്ങനെ കൂളായിട്ടിരിക്കും. തോന്നാൻ ഭയങ്കരമായിട്ട് ഉറങ്ങുന്നു. ഈ സീറ്റ് ചൂടാക്കും. നമ്മളെ സാന്റ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട് ക്രിസ്മസ് പാപ്പയായി. ആ പോകുന്ന മാൻകുഞ്ഞുങ്ങളെല്ലാം കാറുകളാണ്. ഓ പൊളി. ഹായ് ഗൈസ്, സോ വെൽക്കം ടു ABCD. യെസ്, അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡില് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റാത്ത ഒരു വണ്ടീനെ പറ്റി റിവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ഹായ് ചേട്ടാ സജിത്. ഓക്കെ, സജിത് ചേട്ടനാണ്. സോ നിങ്ങൾ വിചാരിക്കണം ഏത് വണ്ടിയാന്ന്? യെസ്, ഇറ്റ്സ് ടെസ്ല ഗൈസ്, ഇറ്റ്സ് ടെസ്ല. ഇന്ത്യയിൽ ആക്ച്വലി ഈ വണ്ടി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഈ ഫോറിനിൽ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് ടെസ്ല എടുക്കാനുള്ള ഒരു പ്രചോദനം ചേട്ടന്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു EV ആണ്. പിന്നെ ടെക്നോളജി വൈസില് ഇത് ഒരു ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന കാറാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ഓട്ടോണോമസ് വെഹിക്കിളിൽ നമുക്ക് കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു കാറാണ് ടെസ്ല. ഓക്കെ, എനിക്ക് കുറെ കാര്യങ്ങൾ ആക്ച്വലി ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി വണ്ടിയുടെ അകത്ത് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഇത് നമ്മൾ സാധാ പോലെ ഒന്നും തുറക്കാൻ പറ്റില്ല. ഇത് ആദ്യം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതാക്കണം, അപ്പൊ ഇത് തുറക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് തുറക്കേണ്ടത്. ഇതൊക്കെ ഇപ്പൊ ഈ ചടം അടുപ്പിച്ചൊന്നാണ്. ചേട്ടാ, നമ്മള് ഇന്ത്യയിൽ ടെസ്ല എന്ന് പറയുമ്പോൾ കുറേ കൺസേൺസ് ഉണ്ടാവും ആൾക്കാർക്ക് അല്ലേ? എനിക്ക് ആക്ച്വലി ഈ കാറിനകത്ത് കയറിയപ്പം ഈ ഭാഗമൊക്കെ ആക്ച്വലി ഭയങ്കര നേക്കഡ് ആയിട്ടാണ് തോന്നുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര മിനിമലൈസ് ആക്കി നമ്മുടെ എല്ലാ സ്വിച്ചുകളും കൂടെ ഇതിനകത്ത് ഈ ഒരു സ്ക്രീനിലേക്ക് ആക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്ക് എങ്ങും അധികം സ്വിച്ചുകളൊന്നുമില്ല. അതായത് ചുമ്മാ ഒരു നമ്മള് പെട്ടെന്ന് ഇവിടെ AC അങ്ങനെ കുറെ നമ്മൾ കണ്ടിട്ട് ശീലിച്ചിട്ടേ ഒന്നും ഒരു ഇതുമില്ലാത്തൊരു ഇതുമല്ല. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ. അതെ, ഇത് എന്താ പറയാ, ഒരു സ്പോർട്ട് കാറ്റഗറിയിൽ വരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് വൈസിലൊക്കെ നമുക്കത് പറയാം. കാര്യം ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് 0 to 100 വരാനായിട്ട് ഒരു 4.6 സെക്കൻഡ്സ് മതി. അതെ, അതായത് നമ്മളെ ടോർക്ക് ഇൻസ്റ്റന്റ് ടോർക്ക് ആയിരിക്കും. നമ്മളിപ്പോ കാല് കൊടുക്കുമ്പോ തന്നെ നമ്മളെ വലിച്ചെടുത്തോണ്ട് പോകുന്ന ഒരു ഫീൽ. പിന്നെ ഇതുപോലെ അതെ, അപ്പൊ ഇവിടെ ഉള്ള ആളുകൾക്ക് ഈ ഒരു വണ്ടി കാണുമ്പോ ഒരു കൗതുകമാണ്. അത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണോ. അപ്പൊ അധികം വണ്ടികൾ ഇവിടെ വന്നിട്ടില്ല. ഇതിനു മുമ്പ് വന്നത് മോഡൽ Y, ഇതിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു വണ്ടിയാണ് അതിവിടെ വന്നിരുന്നു. അപ്പൊ നമ്മൾ മോഡൽ 3 അധികം ഞാൻ കണ്ടിട്ടില്ല. വിചാരിച്ചു വന്നാ പിന്നെ കൊണ്ടുവന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഷൂട്ടിന്റെ സമയത്ത് തന്നെ എത്ര പേരെ വന്ന് നോക്കിപ്പോ നമ്മൾ പൊതുവെ മറ്റേ ഓട്ടോ പൈലറ്റ് മൂഡ് എന്ന് പറഞ്ഞിട്ട് ടെസ്ലയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ ഈ വണ്ടിയിൽ? അത് നമ്മൾ ഇന്ത്യയിൽ അത് ചെയ്യാൻ പാടുണ്ടോ? എങ്ങനെയാണ് അതിന്റെ
അതിന്റെ ഒരു പ്രോസസ്സ്? ടെസ്ല പേര് കേട്ടത് തന്നെ ഓട്ടോണോമസ് വെഹിക്കിൾ അഥവാ ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിന്റെ ഇതിലാണ്. അപ്പം നമ്മുടെ ഈ വണ്ടി എന്നല്ല, മോഡൽ 3 മുതൽ മോഡൽ എക്സ് ഇപ്പൊ സൈബർ ട്രക്ക് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ വണ്ടികളിലും ഓട്ടോണമസ് അഥവാ FSTയുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം നമുക്കത് വാങ്ങുമ്പോൾ ബേസിക് പർച്ചേസിൽ ചിലപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടില്ല. അത് നമ്മൾ വാങ്ങണമെങ്കിൽ 28,000 UAE ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരും. അതിനുശേഷം നമുക്ക് അതുകൊണ്ട് ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നതൊക്കെ ഓട്ടോ പൈലറ്റിൻ്റെ എന്താ ഈ റഡാർ ഉപയോഗിച്ചിട്ട് നമ്മളെ റോഡ് മുഴുവൻ മാപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് 2 തവണ ഇങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോ പൈലറ്റിലേക്ക് പോകും. അതെ, ഇവിടെ ഇപ്പം നമ്മളെ ഫ്രണ്ടില് വണ്ടി വല്ലതും വരുവാണ്. കാരണം ഇപ്പം ഇവിടെ റോഡ് ഫുള്ള് കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ എങ്ങോട്ട് പോകണം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഇപ്പൊ ചവിട്ടി നിർത്തി. അപ്പൊ ഈ റോഡില് ഓട്ടോ പൈലറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഈ റോഡിന്റെ ഒരു പ്രശ്നമാണ്. ലൈക്ക് ഇപ്പൊ ഇന്ത്യയില് പെട്ടെന്ന് ഈ കുഴി ഗട്ടർ ഇതൊക്കെ ഇതില് കാണാൻ പറ്റുമോ? അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഓട്ടോ പൈലറ്റ് ഫുള്ളി എനേബിൾ ചെയ്യണമെങ്കിൽ അവിടുത്തെ റെഗുലേഷൻസ് അപ്രൂവ് കൊടുക്കണം. ഇപ്പൊ UAE നോക്കുകയാണെങ്കിൽ തന്നെ UAE സ്റ്റിൽ അത് ബീറ്റ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഒരു പീരീഡിൽ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഓട്ടോ പൈലറ്റ് ഫുള്ള് വാങ്ങിച്ചു എന്ന് വെച്ചാൽ പോലും നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അഥവാ നമ്മള് നല്ല ലൈനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള റോഡ്, ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള റോഡ് ഉള്ളത്. ദുബായിൽ എല്ലായിടത്തും നോക്കിയാലും പ്രോപ്പർ ലൈൻസ് ആണ്. അതെ, അപ്പം അവിടെ നമുക്ക് ലൈൻ ചേഞ്ചിങ് എല്ലാം ഇത് തന്നെ ചെയ്തോളും. പിന്നെ എമർജൻസി ബ്രേക്കിംഗ്, പിന്നെ എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റിൽ വരുന്നതാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. അതിപ്പോ നമ്മളുടെ ഈ വണ്ടിയിലും ഉണ്ട്. അതിന്റെ ഒരു സേഫ്റ്റി ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ ഒരു നമ്മൾ നോർമൽ കാറിൽ ക്രൂസ് കൺട്രോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടി അല്ലെങ്കിൽ സ്പീഡിന് പോകാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. മുമ്പിലുള്ള വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ വണ്ടി ചവിട്ടണമെന്നില്ല. അതിനിപ്പോ പുതിയ വണ്ടിയിൽ അഡാസ് ഉള്ള വണ്ടിയിലൊക്കെ എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റ് വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സ്റ്റിയറിംഗ് മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. എനിക്ക് മുന്നിൽ ഒരു വണ്ടി പോവാന്ന് വെച്ചോ, അതുകൊണ്ട് ആ വണ്ടി എനിക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേന് തന്നെന്താ നമ്മള് വണ്ടി ചവിട്ടി നിർത്തി, ഞാൻ ചവിട്ടിയതല്ല, വണ്ടി തന്നെ ആയതാണ്. അത് നമ്മുടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൽ വരുന്നതാണ്. അത് ആ ഫങ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ വണ്ടിക്ക് ചുറ്റും ലൈഡാർസ് ഉണ്ട്. അതുപോലെ തന്നെ ടെസ്ല വിഷൻ ക്യാമറാസ് 9 ക്യാമറയുണ്ട് പുറത്ത് ഈ വണ്ടിക്ക്. ഈ 9 ക്യാമറയും കൂടെ സൈമിൾട്ടേനിയസ്ലി ഡേറ്റാസ് കളക്ട് ചെയ്ത് AI സിസ്റ്റം നമുക്ക് ഇതിനു വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സിൽ ഒന്ന്. അതാണ് ആക്ച്വലി ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. വേറൊരു കാര്യം എനിക്കുണ്ടായിരുന്നു, ഇതിന്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ. ഇതിന്റെ ഡിസ്പ്ലേ സ്പെക്ക് എന്തൊക്കെയാണ്? കാരണം നമുക്ക് ഭയങ്കര ക്ലിയർ കട്ട് ക്ലാരിറ്റിയിലാണ് അത് ആക്ച്വലി കാണാൻ പറ്റുന്നത്. നമ്മൾ സാധാ വണ്ടികളൊക്കെ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെയാണ് പൊതുവെ ഇവിടെ ക്യാമറാസ് ഉള്ളത്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്ന ഒരു 360 വ്യൂ തന്നെ ഉണ്ട് മൊത്തത്തില്. 360 വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കണ്ടുവരുന്ന സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 360 വ്യൂ അല്ല. ഇപ്പൊ നമുക്ക് സൈഡ് പില്ലേഴ്സിലുള്ള ക്യാമറാസും ബാക്ക് ക്യാമറയാണ് മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് അസിസ്റ്റിൽ കിട്ടുന്നത്. പക്ഷേ അതേസമയം തന്നെ നമ്മളുടെ വണ്ടി മുഴുവൻ ഗ്രാഫിക്സ് ആയിട്ട് ഒരു ഗ്രാഫിക്കൽ വ്യൂവില് നമുക്ക് അതെ സൈഡിൽ ഏതാണ്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികള്, ഏതാണ്ട് ഇവിടെ ഒരു ബൈക്ക് നമ്മൾ അപ്പൊ ഇതെല്ലാം നമുക്ക് ഗ്രാഫിക്കലി കാണാൻ പറ്റും. കാണുക മാത്രമല്ല അതിന്റെയൊക്കെ സ്പീഡ് മോണിറ്റർ ചെയ്ത് ഇപ്പം ഫ്രണ്ടില് നമുക്ക് മുമ്പേ 2-3 വണ്ടി പോകുന്നു, അതിനു മുന്നേ ഒരു വണ്ടി ചവിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ഇത് പ്രെഡിക്റ്റ് ചെയ്യും. അതായത് ഭയങ്കര ഒരു സർപ്രൈസിംഗ് ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? അതായത് ഈ കാണുന്ന എല്ലാ വണ്ടികളുടെ സ്പീഡ് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്തിട്ട് നമ്മളുടെ വണ്ടിയുടെ സ്പീഡും അവരുടെ സ്പീഡും കൂടെ മോണിറ്റർ ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യും ഒരു കൊളീഷൻ ഉള്ള ചാൻസ് ഉണ്ടോ. ഇപ്പൊ ഞാനിങ്ങനെ സ്പീഡായിട്ട് പോകുമ്പോഴത്തേന് ആരെങ്കിലും വട്ടം ചാടിയാൽ തന്നെ
അലാം കേൾപ്പിക്കും, ഒരു ബീപ്പ് സൗണ്ട് വരും. അപ്പൊ ആ സൗണ്ടിൽ ഞാൻ ഡ്രൈവർ ഫസ്റ്റ് അത് അലേർട്ട് ആയിട്ടില്ല എങ്കിൽ എമർജൻസി ആയിട്ട് 40 കിലോമീറ്റർ താഴെ ആണെങ്കിൽ എമർജൻസി ആയിട്ട് ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യും. അതെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലുള്ളത്? ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ എല്ലാം വ്യൂ ചെയ്യാം, അതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോണിന്റെയും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കളിക്കണമെങ്കിൽ ഇവിടെ ഒരു ഗെയിം ഉണ്ട്. ഈ ഗെയിം ഇട്ട് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഈ സ്റ്റിയറിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗെയിം പ്ലേ ചെയ്യാം. പിന്നെ അതായത് പറയുന്ന ഈ കാർ ഒരേ സമയം ഫാമിലി കാറുമാണ്, അതുപോലെ തന്നെ ഫൺ കാറാണ്. ഇത് ഞാൻ എവിടെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇവർക്ക് വേണ്ടി, ടെസ്ലയ്ക്ക് വേണ്ടി അവര് എന്താ ബിൽഡ് ചെയ്തിരിക്കുന്ന ഗെയിമാണ്. ഇതിപ്പോ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ടെസ്ലയുടെ കാറൊന്നും അല്ല, ഇതിപ്പോ നമ്മളുടെ കാർ ഏതാണോ അത് തന്നെ. ഇപ്പൊ ഞാൻ ഇതിന്റെ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരെണ്ണം മാത്രം ഞാൻ ഒന്ന് ഇത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് സ്റ്റിയറിങ്, അതല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് ഇതാക്കെ പ്ലേ ചെയ്യാം. പിന്നെ നമ്മുടെ ഗെയിം കൺട്രോൾ ഇല്ലേ, ഇതില് ചെയ്യുന്നത് ഇതില് വരല്ലേ? എനിക്ക് പിന്നെ ഭയങ്കര ഓടിക്കാനുള്ള റിയൽ റോഡിലാണ് ഓടിക്കും, പക്ഷെ ഇതിലും ഓടിക്കാറില്ല. ഇതില് കടലിൽ പോയി കാർ പോയി ചത്ത്. അടുത്ത ഒരു സംഭവം പറയാനുള്ളത് നമ്മുടെ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ഭയങ്കര എന്താ പറയാ, നമ്മൾ ഈ തിയേറ്ററിലൊക്കെ ഇരുന്ന് സിനിമ ആണെന്ന് നടക്കാം. ഇങ്ങനെ അടിപൊളി, ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗ്. ഒരു 70 തിയേറ്ററിൽ ഇരുന്ന് കേൾക്കുന്ന സത്യം, ഒരു ഡോൾബി അറ്റ്മോസ് ആ ഒരു മൂടൊക്കെ വരുന്ന. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സിനിമ കാണണമെങ്കിൽ ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉണ്ട്. അപ്പം നെറ്റ്ഫ്ലിക്സിൽ ഏത് സിനിമ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തിയേറ്ററിൽ ഇരുന്ന് നമുക്ക് ഇത്രയും വലിയ സ്ക്രീനും ഉണ്ടല്ലോ. അപ്പൊ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് ഇതെല്ലാം നമുക്ക് കാണാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത കാര്യങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സാന്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സാന്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോ ഇതാണല്ലോ, കാറാണല്ലോ, ഈ പുറത്ത് പോകുന്ന കാറുകളും അങ്ങനെ ആയിട്ട് കാണിക്കും. സാന്റ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട് ക്രിസ്മസ് പാപ്പയായി. ഇനി ഇതിലെ പോകുന്ന ഇപ്പൊ ഞാൻ കാറ് ഇതാക്കി, ഇപ്പൊ നമ്മുടെ ചേട്ടന്മാരെല്ലാം ആ പോകുന്ന മാൻകുഞ്ഞുങ്ങളെല്ലാം കാറുകളാണ്. ഓ പൊളി, വെറുതെ ഫണ്ണായിട്ട് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ബാക്കി ഇതൊക്കെയോ? ബാക്കി ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് പാഡ് ഉണ്ട്. ഇപ്പൊ നമ്മള് വെറുതെ ഇരുന്ന് ബോറടിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതിനകത്ത് പടമൊക്കെ വരച്ച് അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നല്ല ലാൻഡ്സ്കേപ്പ്. പിന്നെ അടുത്തത് നമ്മൾ പാർക്കിംഗ് ഇട്ടിരിക്കുമ്പോ റൊമാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോ തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് കപ്പിൾസ് ഒക്കെ ചെന്ന് ഈ കോസി മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സീറ്റൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് ഈ ഫയർ കാണിക്കുന്നുണ്ട്, ഇതിന്റെ സൗണ്ട് വരെ ആ ഫയറിന്റെ ഇതില് നമുക്ക് കേൾക്കാം, തീ കത്തുന്നത്. അല്ല, ഇത് മാത്രമല്ല, പുറത്ത് ചൂടാണെങ്കിൽ അല്ല തണുപ്പാണെങ്കിൽ ഈ ഹീറ്ററൊക്കെ ഓൺ ആയിട്ട് നമ്മളെ ആ ഒരു കോസി ഫീലിലേക്ക് കൊണ്ടുവരും. ഞാൻ പറയട്ടെ, ഇതൊരു വീടാക്കിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ലൈറ്റ് ഷോ. ഓക്കെ, ലൈറ്റ് ഷോ വരും ഇതില്. ലൈറ്റ് ഷോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ലൈറ്റ് ഷോ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കുറെ പാട്ടുകളുണ്ട്. ഇത് വെച്ചിട്ട് ലൈറ്റ് ഷോ കൺഫേം ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി നിന്ന വണ്ടി രാത്രി കാണാൻ രസം. എല്ലാ ലൈറ്റും ആ മ്യൂസിക്കിന് അനുസരിച്ച് വന്നിട്ട് ഈ ഡോഴ്സിന്റെ വിൻഡോസ് ഒക്കെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയി, ഈ മിററൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ച്. പിന്നെ നമുക്ക് കാറിന്റെ മറ്റേ ഹീറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഇതും ചില സമയത്ത് ഞാനിവിടെ ചില ആളുകൾ ഇതിനകത്ത് ഉറക്കം തൂങ്ങി ഇങ്ങനെ കൂളായിട്ടിരിക്കും, തോന്നുന്നു അവൻ ഭയങ്കരമായിട്ട് ഉറങ്ങുന്നു. ഈ ഷീറ്റ് ഇതെന്നാ ആടായോ എന്തോ സീറ്റ് ചൂടാക്കും. അത് ഇത് 3 വട്ടം ആയാല് തന്റെ ഇപ്പോഴാണ് ഇത് ചൂടാക്കി തുടങ്ങി, അത് ഞാൻ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ സീറ്റ് അത് തണുപ്പുള്ള രാജ്യങ്ങളിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എസിയുടെ വെന്റ് കൺട്രോൾ ചെയ്യുന്ന ഇങ്ങനെയാണ്. നമുക്ക് അതിന് വേറെ സ്വിച്ചുകളൊന്നുമില്ല ഇതുപോലെ. പിന്നെ നമുക്ക്
ഇവിടെ നിന്നല്ലേ നമുക്ക് പെറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ അപ്പൊ ഈ ഡോഗ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാല് AC ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പെറ്റിന് വേണ്ടി ഇത് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് പോകുമ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കും ഡോൺ വറി AC ഓണാണ്, എൻ്റെ ഓണർ ഇപ്പോൾ വരും. അപ്പം നമുക്ക് പുറമെ ഇന്ന് ആൾക്ക് ഒരു ഡോഗിനെ ഇതിനകത്താക്കി ചൂടത്തിട്ട് പോകുന്നു എന്നുള്ള ഒരു ഇതില്ല. അത്രയും അവരെ പെറ്റ്സിനെയൊക്കെ ഇത് ചെയ്യാനുള്ള പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാറാണ്. പിന്നെ ബാക്കിയുള്ള കാറുകളിലുള്ള പറയാനാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു ടെക് റിവ്യൂ അല്ലല്ലോ ചെയ്തത്. എന്നാലും ഇതൊക്കെയാണ് ഓവറോൾ ഇതിന്റെ ഒരു എന്തോ എക്സ്പീരിയൻസ്. ഓക്കെ, ഐ ലവ് ഇറ്റ് ആക്ച്വലി. ഇനി ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഇപ്പൊ ടെസ്ല അല്ലാതെ തന്നെ സാധാ നോർമൽ ഒരു EV എടുക്കുമ്പോൾ ആൾക്കാര് അയ്യോ ഇതെങ്ങനെ, കാരണം ഇത് യൂസ്ഡ് അല്ല, ആൾക്കാര് എല്ലാരും പെട്രോൾ അടിച്ച് അതൊക്കെയാണ് യൂസ്ഡ്. അപ്പം എങ്ങനെയാണ് ബാറ്ററി കപ്പാസിറ്റി, ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അതെ, ഞാൻ വണ്ടി വാങ്ങുന്ന സമയത്ത് ഇലക്ട്രിക് കാറിലേക്ക് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റീസ് തന്നെ ഒരുപാട് പേര് മടിച്ചു നിന്നതാണ്. അപ്പൊ ഞാനിത് വെച്ച് എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ 1-2 വീഡിയോ ഇട്ടപ്പം അവിടുന്ന് തന്നെ 4-5 കാറ് റെഫറൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് ആളുകൾ പർച്ചേസ് ചെയ്തത് മലയാളികളാണ്. കാര്യം ഞാൻ മലയാളത്തിലാണ് വീഡിയോ ചെയ്തത്. അപ്പൊ അതിനർത്ഥം പണ്ട് ആളുകൾ മടിച്ചു നിൽക്കുമായിരുന്നു, ഈ ബാറ്ററിയും ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു, അത് ഞാനിപ്പോ പറയാം. ഈ വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 76 കിലോ വാട്ട് ആണ്. 6 കിലോ വാട്ട്, അതായത് 76 യൂണിറ്റ്സ് അല്ലെങ്കിൽ 76 കിലോ വാട്ട് വേണം നമുക്ക് ഒരു ഫുൾ ചാർജിന് 0 to 100 ആവാൻ വേണ്ടി. അതിൽ നമുക്ക് പോകാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് 550 കിലോമീറ്റർ ആണ് വണ്ടിയുടെ കമ്പനി പറയുന്നത്. നമുക്ക് എന്റെ ഒരു ഡ്രൈവിംഗ് രീതി അനുസരിച്ച് ഓരോരുത്തരുടെ രീതിക്കാണ് വണ്ടി പ്രഡിക്റ്റ് ചെയ്യുന്നത്. എനിക്കൊരു 475 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് റേഞ്ച്. പിന്നെ അത് വൺ ടൈം നമ്മളൊന്ന് നോക്കത്തേ ഉള്ളൂ. പിന്നീടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ റേഞ്ച് നോക്കത്തില്ല. എപ്പോ ഇത് തീരുന്നോ 30% ആവുന്നോ നമ്മൾ ഇവിടെ കാണാൻ പറ്റും. പെർസെന്റേജ് ആണ്. അപ്പം അതൊന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേന് 357 കിലോമീറ്റർ ആണ് എന്റെ ഒരു എന്താ ഈ വണ്ടി ഓടിക്കുന്ന രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പം അത് നമ്മളിപ്പം ഇൻസ്റ്റന്റ് ടോർക്ക് ഒക്കെ എടുത്തിട്ട് ഞാൻ വണ്ടി സ്പീഡ് കുറച്ചാ പോകുന്നത്. ഇങ്ങനെ ചവിട്ടുവാണ്, അങ്ങനെ ചവിട്ടുവാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് വേണമായിരുന്നു. അല്ല, ഞാൻ നമ്മളങ്ങനെ ഫാസ്റ്റിന് പോകണമെന്നല്ല. ഇപ്പൊ എവിടെയെങ്കിലും ഓവർടേക്ക് ചെയ്യണമെങ്കിലൊക്കെ ആ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ട് നമുക്ക് കയറി പോവാം. സോറി ഞാൻ എപ്പോഴെങ്കിലും ഒരു സർപ്രൈസ് തരണോന്ന് വിചാരിച്ചിട്ട് ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് ചാർജ് ആവാൻ എടുക്കുന്ന ടൈം, അതാണ് ഈ റേഞ്ചിന്റെ കൂടെ നമുക്ക് ചേർത്ത് പറയേണ്ടത്. നമ്മുടെ ടെസ്ല എന്ന് പറയുന്ന ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ ആക്ച്വലി അവരുടെ കാറ് മാത്രമല്ല വാങ്ങുന്നത്, അവരുടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കൂടെ യൂസ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ആണ്. അതായത് ടെസ്ല ഇന്ത്യയിൽ വന്നാൽ പോലും അവരുടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ വന്നാൽ മാത്രമേ അവർ വിജയിക്കുള്ളൂ. മറ്റുള്ള വണ്ടികളെക്കാൾ കൂടുതൽ അവർ വിറ്റഴിക്കുകയും ചെയ്യും. അതെന്താന്ന് ആദ്യം പറയാം. ഈ ടെസ്ലയ്ക്ക് അവരുടേതായ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ട്. അവരുടെ ഒരു ചാർജർ 240 കിലോ വാട്ട് പെർ അവറിൽ ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അതായത് നമ്മളുടെ ഈ കാറ് 0 to 80% ചാർജ് ആകാൻ വെറും 20 മിനിറ്റ് മതി. സീരിയസ്ലി അപ്പോ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കോഫി ബ്രേക്ക് എടുക്കുക, അല്ലെ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ചാർജ് ചെയ്ത്. അതെ, അതേ സംഭവം തന്നെയാണ് നമ്മളിപ്പോ കറന്റ് അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് UAE ഒരുപാട് സ്ഥലത്ത് സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ കറന്റ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിപ്പോ ഇന്ത്യയിൽ വന്നാൽ പോലും അവരങ്ങനെ തന്നെ ആയിരിക്കാം. നിലവിലുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കാം നമുക്ക് ചാർജിങ് തരുന്നത് ഒരു 4 വർഷത്തേക്ക്. അഥവാ ഇത് പൈസ ആക്കുവാണെങ്കിൽ പോലും ഇത്രയും കൺവീനിയന്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ വേറൊരു വണ്ടി ചൂസ് ചെയ്യില്ല, ടെസ്ല മാത്രമേ ചൂസ് ചെയ്യൂ. അപ്പൊ നമ്മളിപ്പം ഒരു ഇപ്പൊ വേറെ ചാർജിങ് സ്റ്റേഷൻസിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എത്രയൊക്കെ പൈസ വരുന്ന ചാർജ് ചെയ്യാൻ വേണ്ടിട്ട്?
ഇവിടെ ഡിപ്പെൻസ് നമ്മള് എന്റെ വീട്ടിലാണെങ്കിൽ ഫ്രീ ആണ്, കാര്യം നമ്മൾ സോളാർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. വീട്ടില് സോളാർ ആണ് ആക്ച്വലി, ഫുൾ സ്മാർട്ട് ആണ്. അപ്പൊ നമ്മള് അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. പുറത്ത് ലോങ് പോകുമ്പോ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം എനിക്ക് കൊല്ലത്ത് വീടുണ്ട്, തൃശ്ശൂർ വീടുണ്ട്. നോർമലി ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഒരൊറ്റ ചാർജ് ചെയ്താൽ വീട്ടിൽ തൃശ്ശൂർ ചെന്നാൽ പിന്നെയും ഉണ്ട്. പിന്നെ എനിക്ക് തൃശ്ശൂരത്തെ വീട്ടിൽ ചാർജ് ചെയ്താൽ മതി. അപ്പം നമുക്ക് വേറെ പുറത്തുനിന്ന് ചാർജ് ചെയ്യേണ്ട പൈസ ആവത്തില്ല. പക്ഷെ പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഓരോ ചാർജിങ് സ്റ്റേഷനിലും ഓരോ എമൗണ്ട് ആണ്. അപ്പം 1 കിലോ വാട്ട് നമ്മൾ ലിറ്റർ കണക്കിന് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വണ്ടിക്ക് 60 ലിറ്റർ 70 ലിറ്റർ ഒക്കെ ആണല്ലോ വെക്കുന്നത്. അപ്പൊ അതിന് 100 രൂപ. ഇതെന്ന് പറയുന്നത് 67 കിലോ വാട്ട് ആണ്, 67 യൂണിറ്റ് ആണ്. നമ്മള് വീട്ടിലത് നമ്മൾ ഒരു പക്ഷേ നമ്മുടെ കറണ്ട് ചാർജ് അടയ്ക്കുന്നത് 5 മുതൽ 8 രൂപ വെച്ചിട്ടാണ്. പക്ഷെ പറയാൻ മതി. പക്ഷേ നമ്മള് പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ അത് 12 മുതൽ 20 രൂപ വെച്ചിട്ട് ഒരു യൂണിറ്റിന് കൊടുക്കണം. അപ്പൊ നമുക്കൊരു നോർമലി എനിക്ക് ഈ വണ്ടിയൊക്കെ പുറത്തുനിന്ന് ചാർജ് ചെയ്യാനായിട്ട് ഒരു 600 മുതൽ 1000 രൂപ വരെ ആകും. നോർമൽ ഈ സ്ഥാനത്ത് ഞാൻ വേറെ ഏതെങ്കിലും പെട്രോൾ വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 6000 മുതൽ 8000. അത് കറക്റ്റ് ആണ്. ഇപ്പോ ഇതിന്റെ സ്പീഡ് പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ഒരു ബാറ്ററി പെർസെന്റേജ് ഒരു 30 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോ സ്പീഡിന് വല്ല വ്യത്യാസം ഇല്ല. അത് എനിക്ക് ഇവിടെ ടാറ്റ പഞ്ച് EV അത് എടുത്ത് റീസെന്റ് ഞാൻ എടുത്തു. അതൊരു 10% കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് ലിംഫ് മോഡിലേക്കൊക്കെ പോകും, ആമ പോകുന്ന കണക്ക് പോകും. അപ്പൊ അതായത് 25 കിലോമീറ്റർ സ്പീഡിൽ പോകും. ഇത് നമ്മള് 0% ആവുന്നത് വരെ നേരത്തെ നമ്മൾ കണ്ടില്ലേ, ആ ടോർക്ക്, ആ ഒരു പവർ നമുക്ക് കാണും. അപ്പൊ നമുക്ക് ഇതിന് പവർ ഒരിക്കലും ഇതിൽ കുറയുന്നില്ല. നമുക്ക് എത്രയാണോ 100 മുതൽ 0 വരെ ഡ്രൈൻ ചെയ്യുന്നത് വരെ നമുക്ക് സെയിം ആ ഒരു പവറിൽ തന്നെ ഓടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, ഈ ഓവർനൈറ്റ് ഒക്കെ ചാർജ് ചെയ്ത് വെച്ച് വണ്ടി പൊട്ടി ഇതാക്കുന്ന ടെസ്ലയിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങള്. അത് കൂടുതൽ റൂമേഴ്സ് വരുന്നതാണ്. ടെസ്ലയുടെ BMS അഥവാ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം കുറച്ചുകൂടെ മറ്റുള്ള വെഹിക്കിളിൽ ഉള്ളതിനേക്കാൾ നല്ലതാണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം അതിന് വരുവാണെങ്കിൽ അത് ഫുള്ളി കട്ട് ഓഫ് ചെയ്യും. അതിപ്പോ എല്ലാ വണ്ടികളിലും കട്ട് ഓഫ് ചെയ്യും. ഇപ്പൊ അങ്ങനെ ചാർജ് ചെയ്യുമ്പോ തീ പിടിക്കുന്ന ഒരു സംഭവമേ ഇല്ല. അത് ഒന്നുകില് ഇവര് ഓൾട്ടർ ചെയ്യും എന്തെങ്കിലും രീതിയിൽ. ഇപ്പൊ വണ്ടിക്ക് മാറ്റങ്ങൾ വരുത്തുക, അതല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും റയർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. പക്ഷെ UAE ഒരു ടെസ്ല തീ പിടിച്ചതായിട്ട് ഇതേവരെ കേട്ടിട്ടില്ല. ഒരുപാട് ടെസ്ല അവിടെ ഉണ്ട്, UAE ഒരു ടെസ്ല തീ പിടിച്ചിട്ടില്ല. ഇൻഫാക്ട് നമുക്ക് പെട്രോൾ വണ്ടിയേക്കാൾ കൂടുതൽ തീ പിടിക്കാൻ ചാൻസ് കുറവുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോ ആൾക്കാർക്ക് ഇപ്പൊ പൊതുവെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്നതിന്റെ വേറൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതന്നെ ഒരു വണ്ടി വാങ്ങാനുള്ള പൈസ ആവും എന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പം ഇതിന് ഇപ്പൊ ഇതിന്റെ ബാറ്ററി അങ്ങനെ ചേഞ്ച് ചെയ്യണോ, എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ്? നമ്മുടെ ഈ വണ്ടിയുടെ ബാറ്ററി വാറന്റി വരുന്നതെന്ന് പറഞ്ഞാൽ 8 years ആണ്, അതല്ലെങ്കിൽ 190,000 കിലോമീറ്റർ. അപ്പം അത്രയും ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഗ്യാരണ്ടി ആണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരും. പിന്നെ മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ വണ്ടിയുടെ ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ഒറ്റയടിക്ക് പോകത്തില്ല. ഈ വണ്ടിയുടെ ബാറ്ററി 1500 അല്ല 1600 പരം സെൽസ് ആണ്. ഓരോ ചെറിയ ചെറിയ ബാറ്ററീസ് കൂടുന്നതാണ് ഒരു ബാറ്ററി പാക്ക്. ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 സെൽസിനായിരിക്കും പ്രോബ്ലം ഉണ്ടാവും. ഇത് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ബാറ്ററി അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ്. ടെസ്ല ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വാറന്റി പീരീഡിലാണെങ്കിൽ ഇവര് ഈ സാധനം അങ്ങനെ തന്നെ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് ചരിത്രമുണ്ട്. അവർ 1-2 സെൽസ് മാറാൻ നിൽക്കില്ല. UAE ഈ വണ്ടി വരുന്നത് 2,25,000 UAE ദിർഹംസ് ആണ്. അത് ഇവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 56 ലക്ഷം രൂപ. സീരിയസ്ലി? അതെ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യുണ്ടായിയുടെ ഐക്കോണിക്കോ അങ്ങനെ ഒരു വണ്ടിയുണ്ട്, അതിന്റെ ഒരു റേഞ്ച് വരുന്നുള്ളൂ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആളുകളുടെ പർച്ചേസിംഗ് പവർ വെച്ചിട്ട് ഇവൻ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ പോലും ഒരു
20 above ആണ് എല്ലാവരും വണ്ടി എടുക്കുന്നത്. അപ്പം നമുക്കറിയാം ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ മാർക്കറ്റാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ഇവിടെ അവരുടെ പ്ലാന്റ് ഒക്കെ വന്ന് കൂടുതൽ ടെസ്ല ഇവിടെ വരട്ടെ. ടെസ്ല പോലുള്ള വെഹിക്കിളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതെ, കാരണം ആക്ച്വലി നമ്മള് ഈ വളരുന്നോറും കുറച്ചുകൂടെ നമ്മൾ സ്മാർട്ട് ആണ് അല്ലെ. നമ്മുടെ സമയത്തിന് നമ്മുടെ എല്ലാത്തിനും വാല്യൂ നമുക്ക് ഉണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടി ഈസി ആണ്. അതെ, പിന്നെ ഈ കമ്പനി വന്നു കഴിഞ്ഞാല് മറ്റുള്ള കമ്പനികൾ ഇവരെ പോലെ അല്ലെങ്കിൽ ഇതിലും മികച്ച വണ്ടികൾ ഇറക്കാൻ നോക്കും. അപ്പം അതും നമുക്ക് എപ്പോഴും കോമ്പറ്റീഷൻ ഉള്ളതാണല്ലോ. അതെ, അതും വേറൊരു ഫാക്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയിൽ ഒരു ഫസ്റ്റ് ലുക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ സ്പേസും ഇതൊക്കെ പറഞ്ഞല്ലോ. ഫ്രണ്ടിലിരിക്കും, ഇതൊരു ഫ്രണ്ട് പാസഞ്ചറിനും ഡ്രൈവറിനും വേണ്ടിയുള്ള ഒരു കാറാണ്. ബാക്കില് എനിക്ക് അത്ര തൈ സപ്പോർട്ട് ഇതില്ല. എന്റെ മക്കളാണ് അവിടെ ഇരുന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഒരു ചെറിയ സ്ക്രീൻ ബാക്കിലും ഉണ്ട്. അവിടെ അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടുപോവാം. പിന്നെ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ഒക്കെ എന്ന് പറയാൻ പ്രീമിയം ക്വാളിറ്റി മ്യൂസിക് സിസ്റ്റം ആണ്. ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നമ്മളിവിടെ മറ്റേ ഇതൊന്നുമില്ല, റോട്ടറി സ്വിച്ചുകളൊന്നും ഇല്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒന്നുമില്ല എന്ന എല്ലാം ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ABCD എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോയില് നമ്മൾ ടെസ്ലനെ റിവ്യൂ ചെയ്തിരിക്കുകയാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി. ഇനി ഭാവിയിൽ എല്ലാവരും ടെസ്ല എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മളിവിടെ കാണിച്ചത് അല്ലേ? അതെ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ചാനലിലേക്ക് നമ്മളെ ക്ഷണിച്ചതിലും ഇവിടെ ഇങ്ങനെ നിങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ഞാൻ ടെസ്ലയിലേക്ക് കയറി ഗൈസ്. ഫ്രണ്ടിലെ സ്പേസ് ഞാൻ ഇവിടെ എവിടെ കണ്ടിട്ടില്ല. അതൊന്നും തുറക്കാം. ഇതാണ് ഇലക്ട്രിക് കാറുള്ള വേറൊരു ഉപകാരം. ഇവിടെ വേറെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഗ്രോസറി ഒക്കെ വേണമെങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ട് കൊണ്ടുപോകാം. ബാക്കിലും സ്പേസ് ഉണ്ട് അല്ലേ? ആക്ച്വലി ഈ വണ്ടിയിൽ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടയ്ക്കാനായിട്ട് ഈ ലോഗോയുടെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തു. അതിനിങ്ങനെ നടക്കണ്ട. സോ ഇതാണ് നമ്മുടെ ABCDയുടെ yet another episode with Tesla and ചേട്ടൻ, thank you so much for the beautiful ride. I really enjoyed actually. അപ്പം ടെസ്ല വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല വീഡിയോ ആയിരിക്കും അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് താത്ത പറയാം. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്.